വട്ടപ്പറമ്പില്ലേ അപ്പാർട്ട്മെൻറ്റ്. ഇതിനകത്തൊക്കെ ചെറിയ ചെറിയ റോഡുകളുണ്ട്, ചെറിയ ചെറിയ റൂട്ടുകൾ. വട്ടപ്പറമ്പ് ലൈൻ ബൈ ലൈനാണ്. ബൈ ലൈനാണ് വട്ടപ്പറമ്പ് ബൈ ലൈൻ. നമ്മളിന്ന് തെറ്റി വായിച്ചു. ബൈ ലൈൻ അങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, നേരെ പോവാം. ഹിന്ദിക്കാരാണ് നമ്മുടെ കൂടുതൽ. ഇന്നത്തെ അങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. അവിടെ കുറച്ച് ദൂരം പോവാം. അഞ്ചുവിൻ്റെ വട്ടപ്പറമ്പ് ലൈൻ ബൈ ലൈനാണ്. വട്ടപ്പറമ്പ് ബൈ ലൈൻ. എല്ലാവരും ഉള്ള സ്ഥലത്ത് ക്രിക്കറ്റ് കളിക്കാം. ക്രിക്കറ്റ് കളി വിടാറുണ്ട്. ശാനന്മാർ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നത്. ശാനന്മാർ ഭക്ഷണം കിട്ടുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഹോട്ടലാണ്. ഹോട്ടലാണ്. നമ്മളിപ്പോൾ ഏതൊരു റൂട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഏത് റൂട്ടിലേക്കാണ് ചെല്ലണമെന്ന് അറിയില്ല, നോക്കാം. ഓ, ഇവിടെ ഒരു രണ്ട് വലിയ സിംഹത്തിന് ഉണ്ട്. ഇതിപ്പോൾ അടച്ചിട്ടൊക്കെയാണ് കേട്ടോ, ലോക്ക് ചെയ്തേക്കണേ. ആരുടെയെന്ന് അറിയില്ല. രണ്ട് വലിയ സിംഹം, വലുതാണ് കേട്ടത് അത്യാവശ്യം. അതും പെയിൻറ്റ് ചെയ്തിരിക്കുകയായിരിക്കും അവിടെ. പിക്ചറുടെ ഡിസൈൻ, പിക്ചറല്ല, മറ്റേ ബ്രാസ് ഡിസൈൻ അടിച്ചേക്കാം. ഇവിടെ ഒരു ചെറിയ പടിപ്പുരയൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ തകർന്നു പോയി പലതും. അതിനങ്ങനെ തകർന്നു പോയി, നശിച്ചു പോയി. ഇവിടെ കുറച്ച് ചിത്രങ്ങളൊക്കെ ആലേഖനം ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ഗണപതിയുടെ ചിത്രങ്ങളും പിന്നെ ശ്രീകൃഷ്ണനാണോ, അപ്പുറത്ത് ശ്രീകൃഷ്ണൻ്റെ ഉണ്ട്. എല്ലാം ഒരു പ്രത്യേക കളറ്, ഒരു കാൽപ്പനികമായ കളറുള്ള ചിത്രങ്ങളാണ്. നമുക്ക് കുറച്ച് അടുത്ത് കാണാം. പക്ഷേ ഇത് എന്തോ കാരണവശാൽ അടച്ച് തനി ചുവർ ചിത്രങ്ങൾ പോലെ വരച്ചിരിക്കുന്നത് കേട്ടോ. കളർ കോമ്പിനേഷൻ കണ്ടത് എന്താ പറയുക, പെയിൻറ്റിങ് ആണ്. ഇത് മറ്റേ ഇതല്ല, പെയിൻറ്റിങ് ആണ്. എല്ലാ മതത്തിലും പെട്ട ഇതുണ്ട് കേട്ടോ. ബൈബിളും പക്ഷേ രണ്ടായിട്ടാണ് വെച്ചത്. ഖുറാനുണ്ട്, ബൈബിളുണ്ട്, ഭഗവത്ഗീതയുണ്ട്. അങ്ങനെ ആരും ആയിരുന്നത്. അങ്ങനെ സിനിമാക്കാരായിരുന്നോന്ന് അറിയില്ല കേട്ടോ. എന്നാലും കൊള്ളാം, നല്ലൊരു മനുഷ്യനായിരുന്നിരിക്കാം. പക്ഷേ എന്തോ കാരണവശാൽ അത് പൊളിഞ്ഞു. ആ വീടും പൊളിഞ്ഞു, ഇതും പൊളിഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയില്ല. വീട് നമുക്ക് വീഴുന്നാൽ കാണാൻ പറ്റില്ല, അത് മുഷിഞ്ഞ് താഴായിപ്പോയി. വട്ടപ്പറമ്പ് ലൈൻ, വട്ടപ്പറമ്പ് ലൈനിൽ നമ്മൾ പുറത്തിറക്കണേ. ഇപ്പം നമുക്ക് റൈറ്റ് തന്നെ പോകാമല്ലോ, ലെഫ്റ്റ് പോയിട്ട് കാര്യമില്ല. കൊങ്ങാടിക്കണം, അവിടെ അങ്ങ് പൊക്കോട്ടെ. ഇവിടെ ഒരു വീടില്ലേ, മയക്കുമരുന്ന് ലഹരി ഉപയോഗിച്ചൊക്കെ വാങ്ങിക്കാനുള്ള മിതവേഗവും കർശനമായി നിരോധിച്ചിരിക്കുന്നു. നല്ല കാര്യം. ഇവിടെ നല്ലൊരു രസമുള്ളൊരു വീടുണ്ട്. ജയിച്ചകാലം നില ഏറ്റവും മുകളിൽ ചെടികളും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല രസമുള്ളൊരു ഏരിയയാണ്. ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് വഴിയുടെ പേരത്ര പിടിയില്ല. പക്ഷേ ഇത് മിക്കവാറും ചങ്ങമ്പുഴ പാർക്കായിരിക്കും. അല്ല, ചങ്ങമ്പുഴ പാർക്കല്ല,
ചങ്ങം നമ്മുടെ ചങ്ങമ്പുഴ എന്നൊക്കെ പറയുന്നത്. എല്ലാവരും ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നത്. കിളികളൊക്കെ ഉണ്ടോ? സത്യമോ കിളി എന്തൊക്കെ ഉണ്ട് വളർത്തുന്നുണ്ട് ആളുകൾ. ലുലു ഇവിടെ കുറേ സ്പേസ് കിടപ്പുണ്ട്. സ്പേസ് ഉണ്ട്. ഞാൻ ചെയ്യുക എങ്ങോട്ടാണ് പോകണമെന്ന് അറിയില്ല. ഞാൻ പോവാം. ഇത്രയും ദിനം വന്നിട്ട് അവിടെ ഒരു വേസ്റ്റ് കിടപ്പുണ്ട്. അതൊക്കെ വേസ്റ്റ് അവിടെ വന്നിട്ടിട്ട് പോയി. അതിനാലും വൃത്തിയായിട്ട് ഇറങ്ങുന്ന സ്ഥലം. ഇവിടെയുള്ള ആളുകളൊക്കെ നല്ല കലാകാരന്മാരാണെന്നോ ഒട്ടുമിക്കിട്ട്. ഇപ്പോൾ എത്ര ഉള്ളൂന്ന് അറിയില്ല. വണ്ടി വന്നതാണ്. അവിടെ ഒരു മയിലൊക്കെ വെച്ചിട്ട് ഗേറ്റിൽ മെറ്റൽ ക്രാഫ്റ്റൊക്കെ ചെയ്ത്. ഈ റോഡ് എവിടെ ചെന്ന് കയറണമെന്ന് അറിയില്ല. അത് നമുക്ക് പോവാം. നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി കയറിയെന്നുണ്ടെങ്കിൽ എന്ന് പറയാവുന്ന രീതിയിൽ പെട്ടെന്ന് കയറി വന്നതാണ്. സ്റ്റോവിൽ പോകുന്നുണ്ടോ ഇങ്ങനെ വളഞ്ഞ് പിരിഞ്ഞ് പോണേ. നേരെ പോകാൻ ഇവിടുന്ന് റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഇല്ല, അങ്ങോട്ടില്ല. ലെഫ്റ്റാണ്. എലഞ്ചേരി ലൈൻ. എലഞ്ചേരി ലൈൻ നമ്മൾ പോയതാണല്ലോ. അതിനങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇവിടെ വർക്ക് കിടക്കണം. സ്ഥലം ഇതൊക്കെയാണ്. അത്യാവശ്യം സ്ഥലമുണ്ട്. ആ സ്ഥലം ഇനി വീട് പണിയാനുള്ള പരിപാടി ആയിരിക്കാം. അല്ലെങ്കിൽ വലിയ വീടായിരിക്കുള്ളൂ. ഇവിടെയൊക്കെ കൂടുതലും റെസിഡൻഷ്യൽ ഏരിയയാണ്. ഇതൊക്കെ റെസിഡൻഷ്യൽ ഏരിയ ഒന്നും ഒരിക്കലും കൂടുതലും റെസിഡൻഷ്യൽ ഹോട്ടലാണ്. കടവന്ത്ര ഈ വഴിയാണ്. അപ്പം നമുക്കിവിടെ തിരിച്ചു പോകാം. മയൂരി നാട്യാലയ, ഇവിടെ ഒരു നൃത്ത വിദ്യാലയമൊക്കെ ഉണ്ട്. നമ്മൾ വന്ന വഴിയാണ്. ഇവിടെ നല്ല ചെടികളൊക്കെ കുറിപ്പിച്ച് വൃത്തിയായിട്ട് ജീവിക്കുന്നതാണ്. ആശ്രമം ലൈൻ കഴിഞ്ഞു. ആശ്രമം ലൈൻ നമ്മൾ ചെറിയതാണ്. തിരക്കും അപ്പുറത്ത് നിറയെ അപ്പാർട്ട്മെൻറ്റുകളാണ്. ഇവിടെ പോയതാണെന്നറിയില്ല. വഴിയിലും തോന്നുന്നു. കാരണം നിറയെ വാഹനങ്ങളാണ് ഈ ഭാഗത്ത്. ആ ഭാഗത്തേക്ക് നിറയെ അപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അങ്ങോട്ടുള്ള ആളുകളായിരിക്കും. പിന്നെ സ്പേസ് ഒഴിവായി കിടപ്പുണ്ട്. ആ ഭാഗത്തേക്കൊക്കെ നിറയെ അപ്പാർട്ട്മെൻറ്റുകളാണ്. റോഡ് എന്താണ് ഭാഗത്തേക്കൊക്കെ നല്ല വലിയ അബാദ്, IMA ഹൗസ്, സ്കൈലൈൻ,
അങ്ങനെ കെൻറ്റ് ഇവരുടെയൊക്കെ അപ്പാർട്ട്മെൻറ്റുകളുണ്ട്. നിറയെ കുറച്ച് നല്ല നിറയുണ്ട്. നമുക്ക് അങ്ങോട്ട് തിരിഞ്ഞാൽ കാണാൻ പറ്റും. അവിടെ ഹെലിപ്പാഡ് അടക്കമുള്ള അപ്പാർട്ട്മെൻറ്റുകളുണ്ട്. കോളാലുക്കാരുടെ അപ്പാർട്ട്മെൻറ്റും ഉണ്ട്. ആ കാണുന്നത് നേരെ കാണുന്നത് അല്ലേ, കോളാലുക്കാസ്. കെൻറ്റിൻ്റെ 2-3 അപ്പാർട്ട്മെൻറ്റുകളുണ്ട്. കെൻറ്റ് ഇപ്പം നമ്മളവിടെ എത്തുന്നൊരു പിടിയില്ല കേട്ടോ. ആരും പോകാം. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് അറിയില്ല. ഇവിടെ സെറ്റ് എന്തെല്ലാം വണ്ടികളുണ്ട്. ഇവിടെ എത്തിയത് കല്ലൂർ കടവന്നൂർ റോഡാണ്. ആ, കല്ലൂർ കടവന്നൂർ റോഡ് തന്നെ ഉണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ കല്ലൂർ കടവന്തർ റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് കണ്ട അപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഇതിനോട് ചേർന്നുള്ള ഭാഗങ്ങളാണ്. പെട്രോള് ഒരാൾ വർക്ക് ചെയ്യണേ ഉള്ളു. ബോർഡ് വെക്കുകയാണ് ട്രെയിനിങ് ബോർഡ് സെറ്റ് ചെയ്യണുള്ളൂ. പുതിയ ബോർഡാണ്. നമുക്ക് ഇവിടെ നിന്ന് റൈറ്റ് ഉണ്ടെങ്കിൽ റൈറ്റ് കയറി പോവാം. ചെറിയ വഴി ഉണ്ടെന്നുണ്ടെങ്കിൽ റൈറ്റ് കയറി പോവാം. കൂടുതൽ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തേക്കുള്ള വഴികളാണോ കണ്ടിട്ട്. കുറച്ചുകൂടി കൂടി പോകാൻ മുന്നോട്ട്. ഇത് സ്റ്റേഡിയത്തിൻ്റെ കുറേ കൂടിയുള്ള വഴിയാണ്. അത് തന്നെയല്ലേ കല്ലൂർ കടവന്ന് അല്ലാതെ സ്റ്റേഡിയം പറഞ്ഞു. ഏത് വഴിയാണെന്ന് ഒരു പിടി കിട്ടിയിട്ടുണ്ടോ. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ വഴി വരികയും ചെയ്തതാണ്. ആ അതന്നെ കല്ലൂർ കടവന്ന് അതല്ല ഇവിടെ തീർന്നു കേട്ടോ. ഇത് ഇവിടെ ഒരു ലെഫ്റ്റിലേക്കാണ്. കടപ്പുറം ഫിഷ് മാർക്കറ്റ്. അതിലൂടെ ലെഫ്റ്റിലേക്കൊരു വഴിയുണ്ട്. അതിലേ കാണാൻ ഇതിലെ പോയാലും ഇത് വെഞ്ചയിലേക്ക് കടപ്പുറം സീ ഫുഡ് റെസ്റ്റോറൻറ്റ്. നമുക്ക് സീ ഫുഡ് റെസ്റ്റോറൻറ്റും ഉണ്ട് കടപ്പുറം. കഴിഞ്ഞ ദിവസം വന്നാൽ ഈ വഴി ഓർമ്മ കിട്ടുന്നില്ല. പണ്ടൊക്കെ ഈ വഴി വന്ന പോലെ തോന്നുന്നു. ഇതൊരു വിൻറ്റേജ് ഹോമൊക്കെ ഉണ്ട്. വിൻറ്റേജ് നാമവിശേഷമായി. നമ്മൾ വീണ്ടും നിശബ്ദ കോണൊക്കെ ഭേദിച്ച് ശബ്ദമുഖരിതമായ കോണിലേക്ക് കയറി. അവിടെ ഒരു ചെറിയൊരു വഴി അങ്ങോട്ടൊരു വഴിയുണ്ട്. കേട്ടോ, ശിവാലയം റോഡ്. ഇവിടെ വന്നു
ഓക്കെ കൺഫ്യൂഷനാണ് കൺഫ്യൂഷൻ ശിവാനയം റോഡ് ഓക്കെ